ഇല്ലേ? എന്ത് ചാരിയോ? അപ്പോ പാറുവിൻ്റെ പാത്രം ഇടാൻ എൻ്റെതൊക്കെ കഴിഞ്ഞോ? എൻ്റെ പാത്രം ഇവിടെ എന്നിട്ട് കഴിഞ്ഞിട്ട് എടുത്തോടുന്ന അതിൽ സാധനം ഇട്ടൊക്കെ എന്നെ എടുത്തോണ്ട് എങ്ങോട്ടാ വിളിച്ചറിഞ്ഞ് കാട്ടിക്കോ? അത് കിട്ടുമോ നോക്ക്. നീ ഉണ്ണി തിന്നോട്ടെ ഉണ്ണീൻ്റെത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വിശേഷമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ ഗോതമ്പ് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഗോതമ്പ് റവ ഉണ്ടാവല്ലോ, അതിൻ്റെ ചെറിയ തരി റവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഉപ്പുമാവും പിന്നെ നല്ലൊരു കിടിലം പാൽ ചായയാണ് കേട്ടോ. കിടിലം പാൽ ചായ നല്ല കടുപ്പല്ലാത്ത പാൽ ചായ ഇവിടെ പറ്റുള്ളൂ. കുട്ടികൾക്കും കുടിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കൊന്നും കടുപ്പ് അധികം ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല കടുപ്പും കാര്യങ്ങളും വേണം കേട്ടോ പാൽ ചായയിൽ. ഇവിടെ ആർക്കും അധികം ചായപ്പൊടീൻ്റെ ആവശ്യമില്ല. അമ്മയ്ക്കും തീരെ ചായപ്പൊടി പറ്റില്ല. പിന്നെ 2 കുറ്റി ഗ്യാസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഗ്യാസൊക്കെ തീരുമാനമായതുകൊണ്ട് അടുപ്പത്ത് തന്നെയാണ് പരിപാടി. അതുകൊണ്ട് വേഗം അങ്ങോട്ട് തീർന്നിട്ട് കേട്ടോ. പിന്നെ ഇതാ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കിണറ്റിക്കാട്ടോ വെള്ളം ചാടുന്നത്. അതുകൊണ്ട് വലിയൊരു ഉപകാരമുണ്ട്. പുറത്തേക്ക് അങ്ങോട്ട് വെള്ളം പോകില്ല എന്നൊരു സമാധാനം. പിന്നെ രാവിലത്തെ അടുക്കള പണി കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യൽ. പിന്നെ അമ്മ വേഗം അടിച്ചേരി ഇതാക്കി അമ്മയ്ക്ക് പണിക്ക് പോകാനാകുമ്പോഴേക്കുള്ള പരിപാടികളൊക്കെ വേഗം നോക്കണം. അപ്പം കുട്ടികളാണെങ്കിൽ ഊഞ്ഞാൽ കിടന്നൊന്നുമല്ല, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അപ്പോൾ അത് ശരിയാക്കി തരണോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അമ്മേൻ്റെ പിന്നാലെ കേട്ടോ. രാവിലെ ജസ്റ്റ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ. അപ്പോൾ അങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടി ലെവലാക്കി, ലെവലുണ്ടോ ഉറപ്പുണ്ടോ എന്നൊക്കെ ഉദ്ഘാടനം തന്നെ അമ്മേനെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇവിടെ ഊഞ്ഞാൽ പറഞ്ഞാൽ എപ്പോഴും അവർക്ക് ഊഞ്ഞാലൊക്കെ ആടി കളിക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. എപ്പോഴും തന്നെ പരിപാടി. പിന്നെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വിടാൻ പറ്റില്ല. ഫുള്ള് വെയിലായതുകൊണ്ട് മുട്ടക്കുന്ന് വൈകുന്നേരമായി കഴിഞ്ഞാൽ വരെ വെയിലുണ്ടാവും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് മാത്രമേ കളിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സൈഡിലൊരു ഊഞ്ഞാലുള്ളതുകൊണ്ട് അങ്ങനെ സുഖമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിന് വെള്ളം വെച്ച് ഇതൊക്കെ ഒന്ന് തിളക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ അരി ഇടുകയാണ് കേട്ടോ. നമ്മളെ അരി ഇളക്കുന്ന സംഭവം ഗ്ലാസ്സാണ് കേട്ടോ. നാഴികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, ഇങ്ങനത്തെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഗ്ലാസ് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് നമ്മുടെ ഒരു കണക്ക്. വൈകുന്നേരം വരെ ഉണ്ടാവും നമ്മൾ ചോറ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അരിയൊക്കെ നല്ലോണം വൃത്തിയാക്കി നല്ല കഴുകി എടുക്കണം. നമ്മൾ പറഞ്ഞാൽ റേഷൻ അരിയാണ് ഉപയോഗിക്കൽ. റേഷൻ അരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ നമ്മളെ അരി തന്നെ വേവണ അരി കേട്ടോ കടയിൽ നിന്ന് വാങ്ങൽ. കുറുവ മട്ട അതൊന്നും ഇവിടെ ഇഷ്ടമൊന്നുമില്ല, പറ്റുമില്ല. മട്ടരിയൊക്കെ കിട്ടുകയാണെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാന്നല്ലാണ്ട് പിന്നെ നിവർത്തിയിടയില്ലേ എങ്കിൽ മട്ടരി റേഷൻ കടയിൽ നിന്ന് അങ്ങനെ കിട്ടിയ സമയത്തൊക്കെ ചോറ് വെച്ച് കഴിക്കും. പക്ഷെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്കൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമല്ല. കഞ്ഞിയിലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാധാ റേഷൻ അരി ചോറ് നല്ലതിന് സമാധാനമുള്ളൂ. അതിനൊരു താളിപ്പും അതിക്കൊരു ഉണക്കമീൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ തൃപ്തിയായി തന്നെയില്ലേ. അതാണ് അവിടെ എല്ലാവരും കേട്ടോ. ഇവിടെ മട്ടരി അതുപോലെ തന്നെ കുറുവരി അങ്ങനത്തെ സംഭവങ്ങളായിട്ടൊന്നും വാങ്ങില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരത്തെ കുളിക്കലൊക്കെ കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകി. മറ്റേത് നേരത്തെ അമ്മ കുളി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കലുള്ളൂ. അടിച്ചേരി കഴിഞ്ഞ് നേരെ കുളിക്കാൻ വേണ്ടി പോകലാണ് അമ്മ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് പണിക്ക് പോകുന്നതിന് മുന്നേ തന്നെ വിളക്കാട്ടി പ്രാർത്ഥന കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പണിക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുക. പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ജോലി അതൊന്നുമല്ല കേട്ടോ. സാധാ കൂലിപ്പണിയാണ്. മെഷീൻ കല്ല് ഏൽക്കാനാണ് പോകുന്നത് കേട്ടോ. മെഷീൻ കല്ല് ഏൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അച്ചാറിൻ്റെ ഒരു കമ്പനിയായിട്ടൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അച്ചാർ ഇതൊക്കെ ഓർഡർ അനുസരിച്ച് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അച്ചാർ കൊണ്ട് തന്നെ നമുക്ക് കടങ്ങൾ ഇഷ്ടംമാതിരിയുള്ള വന്നുകൊണ്ട് ഒന്നും ആവണില്ല. അതുകൊണ്ട് പിന്നെ വീണ്ടും അമ്മ കൂലിപ്പണിക്ക് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഓർഡറുകളൊക്കെ അച്ചാറുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് വിളിക്കുക. ഏത് അച്ചാറും നമ്മൾ ഇട്ട് തരുന്നതാണ് കേട്ടോ. അച്ചാർ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഗൾഫിക്കും അങ്ങോട്ട് കണ്ടുതന്നെ ഗൾഫിക്കും പിന്നെ
വിദേശമൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് വയ്ക്കാനുണ്ടെങ്കിൽ വിളിക്കുക. നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അച്ചാറും കാര്യങ്ങളൊക്കെ. അതന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മാങ്ങാച്ചാർ നാരങ്ങാച്ചാറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 കുപ്പി നാരങ്ങയും മാങ്ങയും ഒക്കെ ഉണ്ട്. ഒക്കെ പാടെ കൂടിയിട്ട് 2 മാങ്ങാച്ചാറും 1 നാരങ്ങാച്ചാറും ഉണ്ട് കേട്ടോ. ഇവിടെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. പിന്നെ നമുക്ക് അമ്മയ്ക്ക് ചായക്കുള്ളതൊക്കെ റെഡിയാക്കി വയ്ക്കാം കേട്ടോ. പിന്നെ എന്നാൽ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ളൂ. പിന്നെ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉള്ള പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സന്തോഷവും സമാധാനമൊക്കെ പറഞ്ഞാൽ എടുത്തുള്ള അയൽവാസികളായിട്ട് നമ്മൾ ഏറ്റവും വലിയ സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞാൽ അയൽവാസികൾ ഉഷാറാണെന്നുണ്ടെങ്കിൽ ആ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ആലോചിച്ച് നോക്ക്. അയൽവാസികൾ നന്നല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ട് കാര്യമില്ലേ. നമ്മൾക്ക് എപ്പോഴും വേണ്ട ഒരു വീട് വയ്ക്കുമ്പോൾ സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ അയൽവാസികൾ എങ്ങനെയുണ്ട് നോക്കുക. ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളൊരു അടുപ്പുങ്കല്ല് പോലെയാണ്. ഞങ്ങൾ നടുവിലൊരു വിറകാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരാണ്, നടുവിലാണ് ഞങ്ങൾ വന്ന് വിട്ടുന്നത്. എന്തൊരു സ്നേഹമുള്ള ആൾക്കാരാണ്. പരസ്പരം എന്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എന്തില്ലെങ്കിൽ അവിടെ നിന്ന് ചോദിക്കുക, അവിടെ എന്തില്ലെങ്കിൽ ഇവിടെ ചോദിക്കുക. അങ്ങനെ പരസ്പര ധാരണയിലൂടെ സ്നേഹത്തോടെയാണ് പോകുന്നത്. എന്നും ആ ഒരു സ്നേഹത്തോടെ നിലനിൽക്കട്ടെ. എനിക്കെപ്പോഴും പറയാനുള്ള എൻ്റെ വ്യൂസിനോട് നമ്മൾ അങ്ങോട്ട് എത്രയും കൊടുക്കണോ അതിനനുസരിച്ച് പഠിച്ച് നമുക്ക് ഇങ്ങോട്ടും തരും. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും ഉപ്പ് തൊട്ട് കറുപ്പുരം വരെ അല്ലേ. ഇപ്പോൾ ഉപ്പും പുളിയിട്ട് എന്തുണ്ടാക്കിയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു റാഹത്തും ഒരു സമാധാന സന്തോഷമാണല്ലേ. ഇവിടെ അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെയാണെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചക്കരമണികൾ തമ്മിൽ തല്ലുകൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഷാൾ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറുതിന് മഞ്ഞ ഷാൾ തന്നെ വേണം, വലുതിന് നീല ഷാൾ വേണ്ട. അപ്പം ആദ്യം നോക്ക് നീല ഷാൾ മതിയെന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പാറുവിന് മഞ്ഞ ഷാൾ വേണമെന്നുണ്ട് ചെറുതിൻ്റെ അടുത്ത് വാങ്ങി. പിന്നെ അപ്പോൾ അതിന് കച്ചറായി തല്ലായി. ഇത് തന്നെ രാവിലത്തെ പരിപാടി. പിന്നെ ഫോണ് ഇപ്പം ഞാൻ തൊടാൻ കൊടുക്കലില്ല കുറച്ച് ദിവസമായിട്ട്. കളിച്ച് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം നെറ്റ് കഴിയണവരെ എടുക്കും പാട്ട്. പിന്നെ നിർത്തലുണ്ടാവില്ല, അതുകൊണ്ട് കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ അമ്മ ചാടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസോ ഉള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. സ്പെഷ്യലായിട്ടുള്ളതൊന്നും എടുത്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് എടുക്കാനുള്ളതൊന്നും ഇല്ല. അവിടെ വല്ല താളിപ്പോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് അതൊക്കെ കാട്ടി തന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ. ഒരു താളിപ്പ് അറിയില്ല നിങ്ങൾ. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ തക്കാളിക്കറി കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ ജീവിതമൊക്കെ എങ്ങനെയാണ് മക്കളെ. ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഞങ്ങളൊരു കടവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ അതിൽ തീർപ്പാക്കാമല്ലോ, അതൊന്ന് വീട്ടാനും ഇതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു വീടിൻ്റെ ഒരു ആധാരം എടുത്തു കൊടുക്കുന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു കൊച്ചു ചാനൽ അവിടെ മലപ്പുറം തമ്പുരു വ്ളോഗ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കണ്ട് നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരേക്കും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തും. അപ്പം മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെ വേണോ ആദ്യം കമ്മലി ബൈ 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 ബൈ. ഷർട്ട് മാക്സി കൊടുത്തില്ലേ?